ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് മോനിഷ. ഒരുപക്ഷെ മോനിഷ എന്ന പേരിനേക്കാൾ മഞ്ഞുരുകും കാലത്തിലെ ജാനിക്കുട്ടി എന്ന പേരിലാണ് താരം ഇപ്പോഴും കൂടുതൽ അറിയപ്പെടുന്നത്. ഇപ്പോഴിതാ താരത്തിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിവാഹമോചിതയായി എന്നല്ലാതെ എന്തുകൊണ്ടാണ് ബന്ധം വേർപ്പെടുത്തിയതെന്ന് സീരിയൽ താരം മോനിഷ CS എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു തമിഴ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്താണ് തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. താരത്തിൻ്റെ വെളിപ്പെടുത്തൽ ആരാധകരിൽ ഏറെ ഞെട്ടലുണ്ടാക്കി. കാരണം അത്രത്തോളമാണ് മോനിഷ ഭർത്താവിൽ നിന്ന്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സംപ്രേഷണം ചെയ്യുന്ന തമിഴ് ഡേറ്റിംഗ് റിയാലിറ്റി ഷോ സെക്കൻഡ് ലവിൽ മോനിഷ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. 8 വർഷം നീണ്ട വിവാഹമോചന പോരാട്ടം, നേരിട്ട മാനസിക പീഡനങ്ങൾ, സ്വകാര്യ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന ഗുരുതര ആരോപണം തുടങ്ങി ജീവിതത്തിലെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഷോയിൽ മോനിഷ തുറന്നു പറഞ്ഞത്. തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ 8 വർഷം വേണ്ടി വന്നുവെന്ന് മോനിഷ പറയുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസവും 14 ദിവസവും പിന്നിടുന്ന സമയത്താണ് മോനിഷയുടെ പിതാവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടതെന്നും അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത പോലെ ഒരവസ്ഥയായി. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ആരോടും പറയാനും കഴിഞ്ഞില്ല. മോനിഷ പറയുന്നത് ഇങ്ങനെ: പിതാവിൻ്റെ വേർപാടിൻ്റെ വേദനയിൽ അമ്മയും തളർന്നിരിക്കുകയായിരുന്നുവെന്നും അതിനാൽ എല്ലാം ഒറ്റയ്ക്കാണ് നേരിട്ടത്. വിവാഹ സമയത്ത് 100 പവൻ സ്വർണം നൽകിയിരുന്നുവെന്നും വിവാഹമോചന സമയത്ത് അത് തിരികെ നൽകാൻ തനിക്ക് തയ്യാറായില്ലെന്നുമാണ് മോനിഷയുടെ ആരോപണം. ഡിവോഴ്സ് തരാം, പക്ഷെ സ്വർണമൊന്നും തന്നെ തരാൻ പറ്റില്ലെന്നാണ് അയാൾ പറഞ്ഞത്. ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ ഒടുവിൽ ഞാനാണ് മീഡിയേഷനിൽ ഇരുന്ന് സംസാരിച്ച് അവർക്ക് പണം കൊടുത്ത് വിവാഹമോചനം വാങ്ങിയത് എന്നാണ് താരം പറയുന്നത്. 8 വർഷത്തെ നീണ്ട നിയമ പോരാട്ടം അവസാനിച്ച നിമിഷമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമെന്നും മോനിഷ വെളിപ്പെടുത്തി. ഷോയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ സ്വകാര്യത ലംഘിക്കപ്പെട്ടതിനെ കുറിച്ചായിരുന്നു. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലെയും ഞാൻ വസ്ത്രം മാറുന്ന സമയത്തെയും ഫോട്ടോകൾ അയാൾ എടുത്തു വെച്ചിരുന്നു. ആ ചിത്രങ്ങൾ അയാളുടെ സുഹൃത്തുക്കളെ പോലും കാണിച്ചു. അവരിൽ ഒരാളാണ് പിന്നീട് എന്നെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞതെന്നും മോനിഷ കണ്ണീരോടെ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം ആളുകളെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിപ്പോയി താനെന്നും താരം പറയുന്നു. ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോലും തനിക്കിപ്പോൾ കഴിയാറില്ലെന്നും മോനിഷ വ്യക്തമാക്കി. ഷോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. നിരവധി പേരാണ് താരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രശസ്ത തെന്നിന്ത്യൻ നടി രമ്യ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന തമിഴ് ഡേറ്റിംഗ് റിയാലിറ്റി ഷോയാണ് സെക്കൻഡ് ലവ്. പ്രണയത്തിൽ പരാജയപ്പെട്ടവരും ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ആഗ്രഹിക്കുന്നവരുമായ 30 വയസ്സ് പ്രായമുള്ള 12 പേരാണ് ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ താരത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ. ശരിക്കും ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മോനിഷയുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം മോനിഷ ഇതുവരെ ഇത് മറ്റെവിടെയും തുറന്നു പറഞ്ഞിരുന്നില്ല. മഞ്ഞുരുകും കാലം എന്ന സീരിയലിലെ ജാനിക്കുട്ടിയായി വന്നിട്ടാണ് താരം മലയാളി പ്രേക്ഷകരുടെ മനം കീഴടക്കുന്നത്. താരത്തിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് കണ്ണീരോടെയാണ് താരം സംസാരിച്ചത്.